ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രമീഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടെക്നിക്കൽ ടേംസ്, അതായത് ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫാഷൻ വസ്ത്രങ്ങളുടെ ഡിസൈനിങ് നിർമ്മാണ മേഖലയിൽ ചില ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത്തരം വേർഡ്സിനെയാണ് ടെക്നിക്കൽ ടേംസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, കാരണം ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറയുന്നില്ല, ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എടുത്ത് നോക്കുമ്പോൾ എളുപ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് പഠിക്കാം. അതായത് വസ്ത്രഭാഗങ്ങളുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് അനുസരിച്ച് പേപ്പറിൽ സ്റ്റിച്ചിങ് ഇൻസ്ട്രക്ഷൻസ് ലേബൽ ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇതുപയോഗിച്ചാണ് ഡ്രസ് മേക്കിങ്ങിനായിട്ട് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് ഒന്നുകൂടെ പറയാം ഞാൻ. നമുക്കിപ്പോൾ അറിയാം, ഇപ്പം ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ആരുടെയും ഇപ്പം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടൊന്നും അല്ലല്ലോ ഇപ്പം അവർ ഇപ്പം ബൾക്കായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയിട്ട് മേടിക്കുന്നുണ്ട്, നമ്മുടെ അളവ് എടുത്തിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചതല്ലല്ലോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ പാറ്റേൺസ് തയ്യാറാക്കും. ഈ പാറ്റേൺസ് വെച്ചിട്ടാണ് ഒത്തിരി വസ്ത്രങ്ങൾ തയ്ച്ചെടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കടയിൽ പോയാലിപ്പം ലാർജ്, സ്മോള്, മീഡിയം, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പാറ്റേൺസ് ഉണ്ടാവും. ആവശ്യമായിട്ട് വരുമ്പോൾ അത് പാറ്റേൺസ് എടുത്തു വെച്ച് ആവശ്യമായിട്ട് വരുമ്പോൾ വീണ്ടും ഉപയോഗിക്കും. നെക്സ്റ്റ് ഇൻലേ ആണ്. വസ്ത്രം നിർമ്മിക്കുമ്പോൾ എക്സ്ട്രാ ലീവ് ചെയ്യുന്ന സ്റ്റിച്ചിങ് അലവൻസിനെയാണ്, അതായത് തയ്യൽ തുമ്പിനെയാണ് ഇൻലേ എന്ന് പറയുന്നത്. അത് എളുപ്പമാണല്ലോ, മനസ്സിലായല്ലോ. അടുത്തത് ആം ഹോളാണ്. വസ്ത്രത്തിൻ്റെ കൈ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ആം ഹോൾ. നെക്സ്റ്റ് സ്കേർട്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും കേട്ടോ, പക്ഷേ അതിനൊക്കെ എല്ലാത്തിനും ഒരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഈ KGT കോഴ്സൊക്കെ ചെയ്യുന്നവരെന്ന് വെച്ചാൽ PSCയിലും അല്ലെങ്കിൽ ഇപ്പം കേട്ടിട്ട് എഴുതുന്നവർക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. ഓക്കെ, സ്കേർട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ വേസ്റ്റിൽ നിന്നും ഹിപ്പ് ലൈനിൽ കൂടി താഴേക്ക് ട്യൂബുലാർ ഫോമിലോ മറ്റ് ഷേപ്സിലോ ഉള്ള ഹാങ്ങിങ് ഡ്രസ്സിനെയാണ് സ്കേർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഹെം ആൻഡ് ഹെം ലൈൻ. ഹെം എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ അരികുവശത്തെ നൂലിളകി പോകാതെ തുണിയുടെ കട്ടി അനുസരിച്ച് മടക്കി തയ്ച്ച് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് ഹെം എന്ന് പറയുന്നത്. ഹെം ലൈൻ എന്ന് വെച്ചാൽ ഹെം ചെയ്യുന്നതിനായി വസ്ത്രത്തിൻ്റെ അരികുകളിൽ വിട്ടിട്ടുള്ള സ്പേസിനെയാണ് ഹെം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രിമ്മിങ് ആൻഡ് ട്രിംസ്. മാറിപ്പോകരുത് കേട്ടോ, പറയുന്നത് ഒരുപോലെ ആയിട്ട് തോന്നുമെങ്കിലും അത് രണ്ടും ഡിഫറെൻറ്റ് ഡെഫിനേഷൻ തന്നെയാണ് അതിന് വരുന്നത് കേട്ടോ. ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത വസ്ത്രങ്ങളിൽ എക്സ്ട്രാ വരുന്ന നൂലുകളും തയ്യൽ തുമ്പുകളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് ട്രിമ്മിങ് എന്ന് പറയുന്നത്. പക്ഷേ ട്രിംസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായി തന്ന തുണി കൂടാതെയുള്ള എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് ട്രിംസ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേസ്, സീക്വൻസ്, റിബൺസ്, ബീഡ്സ്, ഷോ ബട്ടൺസ് അങ്ങനെയൊക്കെ. നെക്സ്റ്റ് ലൈനിങ് ആൻഡ് ഇൻ്റർലൈനിങ്. ലൈനിങ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ ഉറപ്പിനും നിലനിൽപ്പിനും ശരിയായ ഫിനിഷിങ്ങിനും വേണ്ടി വസ്ത്രത്തിനകത്ത് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുന്ന മെറ്റീരിയലാണ് ലൈനിങ്. അതുപോലെ ഇൻ്റർലൈനിങ് എന്ന് വെച്ചാൽ വസ്ത്രത്തിനും ലൈനിങ്ങിനും മധ്യത്തിൽ ക്രമീകരിക്കുന്ന വസ്തുക്കളാണ് ഇൻ്റർലൈനിങ്സ്. ഉദാഹരണത്തിന് കോളർ, നെക്ക് ബാൻഡ് ഇവയിലൊക്കെ നമ്മൾ ക്യാൻവാസ്, സ്പോഞ്ച്, ഫൈബേഴ്സൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻ്റർലൈനിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നെക്ക് അല്ലെങ്കിൽ കോളറൊക്കെ ഫിനിഷ് ചെയ്യുമ്പം ഇടയ്ക്ക് ക്യാൻവാസ് വെച്ച് പിടിപ്പിക്കുന്നത് ലൈനിങ്ങിൻ്റെയും തുണിയുടെയും ഇടയിൽ വരുന്നതുകൊണ്ടാണ് ഇൻ്റർലൈനിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ലെഗ് ലെങ്ത്ത്. ലെഗ് ലെങ്ത്ത് എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയുടെ വേസ്റ്റ് മുതൽ ഫൂട്ട് വരെയുള്ള ലെങ്ത്തിനെയാണ് ലെഗ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് ട്രൗസേഴ്സ്, ബർമൂഡ, കാപ്രി ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഈ അളവ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഓപ്പണിംഗ് ആണ്. വസ്ത്രങ്ങളിൽ ലൂസ് കിട്ടുന്നതിനും ഈസിയായി ധരിക്കുന്നതിനും ശരിയായി ബോഡിയിൽ ചേർന്നിരിക്കുന്നതിനുമായി വസ്ത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഓപ്പണിങ്സ്. അടുത്തത് പ്ലാക്കറ്റ്സ്. ഫിനിഷിംഗ് ഓപ്പണിങ്ങിനെയാണ് പ്ലാക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പണിംഗ് തന്നെ നമ്മൾ ഇപ്പോൾ ഫേസ്ഡ് പ്ലാക്കറ്റ്, സ്ലീവ് പ്ലാക്കറ്റ്, ഷേഡ് പ്ലാക്കറ്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നില്ലേ?
അതിനാണ് പ്ലാക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫേസ്ഡ് പ്ലാക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്നില്ലേ, ഫേസിങ് ബൈൻഡിങ്, ആ ഓപ്പണിങ്ങിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ബയസ് ബൈൻഡ്. ബയസ് എന്ന് വെച്ചാൽ ക്രോസ് ആണെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ബയസായി മുറിച്ച തുണി ഉപയോഗിച്ച് വസ്ത്രത്തിൻ്റെ എഡ്ജസ് ബൈൻഡ് ചെയ്ത് വൃത്തിയാക്കുന്നതിനെയാണ് ബയസ് ബൈൻഡ് എന്ന് പറയുന്നത്. ഈ ബയസ് പീസിന് നല്ലതുപോലെ ലൂസ് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതായത് കേവ് എഡ്ജസൊക്കെ വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ, അതാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. പൈപ്പിങ്ങിനൊക്കെ ഈ ക്രോസ് പീസാണ് എടുക്കുന്നത്. അടുത്തത് ഫേസിങ്. അതായത് വസ്ത്രത്തിൻ്റെ എഡ്ജസ് സ്റ്റിച്ച് ചെയ്ത് ടേൺ ചെയ്യുന്നതിനായി എഡ്ജസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത പീസ് തുണിയുടെ ഉൾവശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. ഇതിനെയാണ് ഫേസിങ് എന്ന് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. അതായത് നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ നെക്കിന് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നില്ലേ, അതാണ് ഫേസിങ്. ഓക്കെ. അടുത്തത് ഓവർലാപ്പിംഗ്. വസ്ത്രത്തിൻ്റെ സെൻറ്റർ ഫ്രണ്ടിൻ്റെ മുകളിൽ കൂടി മറുഭാഗത്തേക്ക് വസ്ത്രത്തിൻ്റെ ഒരു വശം മാത്രം കൂടുതലായി എടുക്കുന്നു. ഇത് മറുവശത്തേക്ക് ഓവർലാപ്പ് ചെയ്തു വരുന്നു. ഓവർലാപ്പ് സ്കേർട്ട്, ഓവർലാപ്പ് ചുരിദാറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇനി കുറച്ചുകൂടെ വരുന്നുണ്ട്. ബാക്കി അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പറയാം.